നോമ്പ്, ഉപവാസം, പരിഹാരം, പ്രായശ്ചിത്തം, ഉപവാസം ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഈ ശരീരത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി. ഡാനിയേൽ അച്ഛൻ എത്ര ഇരുന്ന് ഇങ്ങനെ പറയാണ്, പിശാചേ നിന്നെ ഞാൻ ബന്ധിക്കുന്നു, വ്യഭിചാരത്തിന്റെ പിശാചേ നിന്നെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് പോണമെന്നില്ല. അതിന് എന്ത് ചെയ്യണം? ബൈബിൾ അവതരിപ്പിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. രണ്ട് കാര്യങ്ങളെ ബൈബിൾ വേർതിരിച്ച, ഒന്ന് പിശാചി എന്ന് വരുന്നത് ഒന്ന്, ശരീരത്തിൽ നിന്ന് വരുന്നത് വേറൊന്ന്, ജഡത്തിൽ നിന്ന് വരുന്നത് വേറൊന്ന്. അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സത്യം പറഞ്ഞാൽ സാത്താന് വെളിയിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യത്തിൽ. കാരണം എന്താ? നമ്മളെ നശിപ്പിക്കാനുള്ളത് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. ഇനി പിശാച് വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മളെ നശിപ്പിക്കാനുള്ള, നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ഇന്ധനവും എല്ലാ റിസോഴ്സും ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അതായത് വീണുപോയ ഈ മനുഷ്യ പ്രകൃതിയിൽ മനുഷ്യന്റെ അകത്ത് ഒരുപാട് പാപം കിടപ്പുണ്ട്, ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് അത്യാഗ്രഹം, കോപം, വൈരാഗ്യം, മോഹം, ആസക്തി, അശുദ്ധി ഇതെല്ലാം വരുന്നത് വെളിയിൽ നിന്ന് വരുന്നതല്ല. ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ ഓൾറെഡി ഇതിന്റെ സാധനം കിടപ്പുണ്ട്, ഉണ്ടോ? ഉണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഡാനിയേൽ അച്ഛൻ എത്ര ഇരുന്ന് ഇങ്ങനെ പറയാണ്, പിശാചേ നിന്നെ ഞാൻ ബന്ധിക്കുന്നു, വ്യഭിചാരത്തിന്റെ പിശാചേ നിന്നെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് പോണമെന്നില്ല. അതിന് എന്ത് ചെയ്യണം? പിശാചിനെ ബഹിഷ്കരിക്കണം, ശരീരത്തെ കുരിശിൽ തറയ്ക്കണം. ശരീരത്തിൽ നിന്ന് വരുന്നത് പോകണമെങ്കിൽ ശരീരത്തെ അഡ്രസ് ചെയ്യണം. പിശാചിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. മനസ്സിലായോ? സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടം ഇതാണ്. അതായത് ഒത്തിരി കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സാത്താന്റെ തല കെട്ടിവെച്ചിട്ട് നമ്മൾ പറയണം, പിശാച് അങ്ങനെ കൊണ്ടുവന്നു, പിശാച് ഇങ്ങനെ ചെയ്തു, പിശാച് ഇങ്ങനെ ചെയ്തു, പിശാച് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു. ചുമ്മാതാ. പിശാച് വെറുതെ പാവം കുണ്ടമൻ പാലത്തിന്റെ വെളിയിൽ നിന്ന് ആത്മഹത്യ നിൽക്കുകയാണ് പിശാച്. എന്താ കാര്യം? ഈ കരിസ്മാറ്റിക് കാര്യം ഞാൻ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ കാര്യത്തിന്റെ ഉത്തരവാദിത്വം എന്റെ തല കെട്ടി ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യം. പിശാച് എന്നെ മരിക്കാൻ കിടക്കും. അതായത് ഒരുപാട് പിശാച് കൊണ്ടുവരുന്ന വ്യഭിചാരത്തിന്റെ സ്വാധീനം ഉണ്ടോ? ഉണ്ട്. അതുണ്ട്. അത് വേറെ. ഒരുമാതിരിപ്പെട്ട നമ്മളിൽ വരുന്ന കോപവും അസൂയയും മോഷണവും അത്യാഗ്രഹവും ഈ സാധനം എല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? നിങ്ങളെ നനച്ചു. ഇത് വെളിയിൽ നിന്ന് പിശാച് കൊണ്ടിരുന്നല്ല. ഇതൊക്കെ ഓൾറെഡി നമ്മളിലും നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ പൂർവികരിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉള്ള സാധനം തന്നെയാണ്. ആണോ? ആ. അപ്പൊ ഇത് വന്ന വഴി പിശാചല്ല, ജഡമാണ്. അതുകൊണ്ട് ആത്മീയ പാഠത്തിൽ അപ്പസ്തോലന്മാർ ഒരു കാര്യം പറഞ്ഞു തന്നു, ജഡത്തിൽ നിന്ന് വരുന്നതിനെ ജഡത്തിൽ അഡ്രസ് ചെയ്യണം, ശരീരത്തിൽ നിന്ന് വരുന്നതിനെ ശരീരത്തിൽ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് മാമോദീസായിലെ ഒരു വിശ്വാസം ഏറ്റെടുക്കണം. എന്താണ്? ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശരീരം എപ്പോഴെല്ലാം ക്രൂശിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം ശരീരത്തോട് പറയണം, മര്യാദയ്ക്ക് ഇരുന്നോണം, നീ കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് 10 ദിവസത്തേക്ക് ഇറച്ചി തിന്നണ്ട. അതാണ് ശരീരത്തിന്റെ ക്രൂശീകരണം. മനസ്സിലാവുന്നുണ്ടോ? ശരീരത്തിൽ നിന്ന് വരുന്നതിന്റെ സ്വാധീനം ഇല്ലാതാകണമെങ്കിൽ ശരീരത്തിൽ അതിനെ അഡ്രസ് ചെയ്യണം. അതിനാണ് സഭ നോമ്പ്, ഉപവാസം, പരിഹാരം, പ്രായശ്ചിത്തം, ഉപവാസം ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഈ ശരീരത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി. പറഞ്ഞ ഹല്ലേലൂയ.